വെളിച്ചെണ്ണയിലേക്ക് സബോള ഇട്ടു. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ചെറിയ വലിയ സബോള. ഇതിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാന്താരി മുളകിൻ്റെ ഇതാണ് കേട്ടോ. കാന്താരി മുളകാണ്. രണ്ടും രണ്ട് ടൈപ്പാണ്. ഇത് നെയ്യിൻ്റെ ഒരു മണവും ടേസ്റ്റും വരുന്ന തരം കാന്താരി മുളകാണ്. ഇത് പിന്നെ സാധാരണ കാന്താരി മുളക്. നമ്മുടെ സബോള വഴണ്ടി വരുന്നതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാലകൾ ഇടാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴണ്ടി വരുന്ന ഒരു സ്മെല്ല്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മസാല ആഡ് ചെയ്യാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളകും ജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ചത് ഇടാൻ പോകാം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. സാധനം എന്താ വെക്കുന്നതെന്ന് പറഞ്ഞു തരുമോ? ഇത് നല്ലോണം സബോളയുടെ ഒപ്പം കിടന്നിട്ട് മൂത്ത് വരട്ടെ. നല്ലോണം വഴൻ്റെ ആ സ്മെല്ല്, പച്ച സ്മെല്ലൊക്കെ മാറി നല്ല മൂത്ത മണം വരും. ചുടുവെള്ളത്തിൽ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് തച്ച വെള്ളത്തിലിട്ട് വാങ്ങില്ലേ പോകുന്നു. എനിക്കിടും പറയുന്നു. ഇനി നമ്മളിതേ കുറച്ച് നേരം മുമ്പ് പറിച്ച് വൃത്തിയായി കഴുകി നേരാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു കൂണിലേക്ക്. എന്നിട്ട് ആ കൂണിലത്തെ ആ വെള്ളമൊക്കെ കളഞ്ഞ് അതിനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ മസാലക്കൂട്ടിലേക്ക്, വഴണ്ടി വരുന്ന മസാലയിലേക്ക് ഇടുക. നിങ്ങൾക്ക് കൂണ് കിട്ടുന്നുണ്ടോ? ഇപ്പോൾ കൂണൊക്കെ കിട്ടുന്ന സമയമല്ലേ? കിട്ടുന്നുണ്ടോ? ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. ധാരാളം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. നല്ലോണം വേവണം. കൂണൊക്കെ നന്നായി വേവണം, അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഛർദി വരും. നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ ഛർദിച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ. നമ്മൾ കൂണിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ വേവിക്കും. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അത് വേണം, അതുകൊണ്ട് വയ്ക്കും. തുറക്ക്. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, തുറന്നിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ ഉപ്പിട്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക. വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള കൂൺ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 10-20 മിനിറ്റ് ആയി കാണൂല്ലേ അമ്മേ തിളയ്ക്കാൻ തുടങ്ങിയിട്ട്? കൂൺ കറി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ വരട്ടിയിട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. ചെറിയൊരു ഗ്രേവി ഉണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞിട്ടു. ഇനി അതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ കറിയിലേക്ക് എടുത്ത് ഒഴിക്കും, താളിക്കും. അകത്തി വെക്കണം. ഉള്ളി കാച്ചിട്ട് ആക്കിയാൽ മതി. തൊട്ടാണ്ടി വരുന്നുണ്ട്. ഇനി വേണ്ടേ? ശരി.
ഉപ്പൊന്നും വേണ്ട. ശരി. ഓ ശരി. എവിടെയാണ് നമ്മുടെ കുഞ്ഞ് ഇത്ര നേരം? ബ്രൗൺ കളറായി. ഉള്ളി നല്ലോണം മൂപ്പിക്കാം. തീ ഓഫ് ചെയ്തു. നമ്മുടെ ആ കറിയിലേക്ക് താളിച്ചു. നമ്മുടെ സ്വാദിഷ്ടമായ കൂൺ കറി റെഡി.